ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കേക്ക് ഡെക്കറേറ്റിംഗ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, പഞ്ചസാര സിറപ്പിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വെഞ്ചോ കേക്കാണ്, ആദ്യം നമ്മൾ ചോക്ലേറ്റ് കേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ വൈറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ അടുത്തത് വാനില കേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ വെഞ്ചോ കേക്ക് ഉണ്ടാക്കുക, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പിന്നെയും നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തിട്ട് ക്രീം വെച്ച് കൊടുക്കുക. വൈറ്റ് ക്രീം തന്നെയാണ് വെഞ്ചോ കേക്കിൽ ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്യുക. അടുത്ത ലെയർ ഓഫ് കേക്ക് വെക്കുക, ചോക്ലേറ്റ് കേക്ക് വെച്ച് ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക, ക്രീം സ്പ്രെഡ് ചെയ്യുമ്പം തന്നെ നമ്മൾ വൈപ്പ് ചെയ്തെടുക്കാൻ നോക്കുക സൈഡൊക്കെ. അപ്പോൾ തന്നെ നമുക്ക് നല്ലോണം ഫിനിഷായിട്ട് വരും. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് വെക്കുക, നമ്മൾ ഗനാഷ് ഒഴിച്ച് കൊടുക്കുക, അതിനുശേഷം ലാസ്റ്റ് ലെയർ കേക്ക് വെക്കുക. അങ്ങനെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഇതൊരു 6 ഇഞ്ച് പാനിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തിരിക്കുന്നത്, അതാണ് നല്ല ഹൈറ്റിൽ കിട്ടിയിരിക്കുന്നത്. ടോൾ കേക്കിൻ്റെ ഒരു 3 സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സെറ്റാണ്, അതിലുള്ളതാണ് കേട്ടോ ഇത്. നമുക്ക് ടോൾ കേക്കിന് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ആ ഒരു ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തത് കേട്ടോ. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ആ കേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നേ നമ്മളിതൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് കോട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിക്ക് ഇറക്കി വെച്ച് കൊടുക്കണം, എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സ്റ്റാൻഡായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇളകി കളിക്കും. അപ്പോൾ 2 hours ഞാൻ ഫ്രീസറിൽ വെച്ച് കേക്ക് എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, നല്ല ഫിനിഷ് ചെയ്തെടുക്കുക. വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുക. സൈഡിൽ ക്രീം ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ മേലെ ക്രീം ഇട്ട് കൊടുക്കുക, എന്നിട്ട് വൈപ്പ് ചെയ്ത് ഒന്ന് എന്താ പറയുക, ടേൺ ടേബിൾ തിരിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഇതൊരു ഫോട്ടോ പ്രിൻറ്റ് കേക്കാണ്, എൻ്റെ ബ്രദറിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അവളെ ഫോട്ടോ ഞാൻ പ്രിൻ്റ് എടുക്കാൻ പോകണം. ഇത് ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഒരു 8 മണിക്കൊക്കെ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു 6 മണിക്കായിരുന്നു ഞാനിത് പ്രിൻ്റ് എടുക്കാൻ പോയിട്ടുള്ളത്. ഇതൊരു ഫോണ്ടൻറ്റിലാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് കഴിക്കാനും പറ്റും, എഡിബിളാണ്. നമുക്കൊരു വലിപ്പത്തിലൊക്കെ, അതായത് ഒരു എത്ര വലിപ്പം വേണം, അതായത് ഒരു 250 റുപ്പീസാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൂപ്പർ റെഡിൽ നിന്ന് ഒരു തുള്ളി ഉറ്റിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് ഈ ഒരു കളർ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബോർഡറായിട്ട് ഇത് കൊടുക്കുക, അതുപോലെ തന്നെ ഷെയ്ഡായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കളറൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്താൽ പെട്ടെന്ന് ചെയ്ത കേക്കാണ് കേട്ടോ. അപ്പോൾ വേഗം പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിനുശേഷം ബോർഡർ കൊടുത്ത് നല്ലോണം ബോർഡറിൽ നിങ്ങൾ കൊടുത്തിട്ട് നല്ല രീതിയിൽ വടിച്ചെടുക്കുക. എന്നിട്ട് കേക്ക് ബോർഡൊക്കെ നല്ല ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് പാലറ്റ് നൈഫിൽ ഒന്ന് വെച്ചിട്ട് ഒന്ന് വടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷെയ്ഡ് വരും, കണ്ടില്ലേ? അതുപോലെ തന്നെയാണ് പാലറ്റ് നൈഫിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ മേലെ ഭാഗവും അങ്ങനെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഷെയ്ഡ് വരും കേട്ടോ. കുറച്ചും കൂടി എടുത്തിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ? അതിനുശേഷം നല്ലോണം വടിച്ചെടുത്ത് നമ്മൾ ഇങ്ങനെ വൈപ്പ് ചെയ്ത് എടുത്ത് ക്ലീൻ ചെയ്തെടുക്കുക. കുറച്ച് ടൈം എടുക്കും, വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് കഴിയും. അപ്പോൾ നമ്മൾ കേക്ക് ബോർഡൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും, നമുക്ക് കേക്കിനൊരു നല്ലൊരു എലഗൻറ്റ് ലുക്ക് വരാൻ നല്ലതാണ്. അതിനുശേഷം ഞാൻ കുറച്ച് ഷുഗർ ബോൾ അവിടെ ഇവിടെ ആയിട്ട് സിൽവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഐഡിയ വന്നത് സിൽവർ വെച്ച് ചെയ്യാമെന്നാണ്. വൈറ്റും സിൽവറും മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ അതിനുശേഷം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 3 hours കഴിഞ്ഞപ്പോൾ കേക്ക് എടുത്ത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫോട്ടോ എടുത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു OHP ഷീറ്റിൽ ഒട്ടിയിട്ടായിരിക്കും ഒരിക്കൽ ഇങ്ങനെ ഒരു കവറിൽ തരും. അത് നമ്മളവിടെ എപ്പോഴാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു സമയത്ത് ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുക, കണ്ടില്ലേ? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലും ഒരു OHP ഷീറ്റ് ഉണ്ടാവും. ആ ഷീറ്റ് നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കണം, മനസ്സിലായില്ലേ? ഇത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ പറിച്ചെടുത്തിട്ട് ഈ ഒരു ഷീറ്റിൽ തന്നെ നമ്മൾ വെച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അല്ലാതെ അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ വളരെ കെയർ ചെയ്ത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ
ഒരുപാട് കട്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ അധികം ടോളും അല്ല, ഒരു 1 kg വെയിറ്റാണ് വരുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഒരുപാട് കട്ട് ചെയ്ത് സൈഡൊക്കെ ആദ്യം കട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് ആദ്യം ഒന്ന് വെച്ച് നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് കട്ട് ചെയ്യായ ഒരു ഫ്രോക്കിൻ്റെ എന്താ പറയുക, കണ്ടോ ഇത്രയോളം ഞാൻ കട്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മുഴുവനായിട്ട് അതിൽ ഒട്ടിക്കായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഒട്ടി കിടന്നോളും. പിന്നെ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കട്ട് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ ബോൾസ്, സ്റ്റിക്ക് വരുന്ന ബോൾസ് നമുക്ക് കേക്ക് ഷോപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ 200ൻ്റെ വലിയ പാക്കറ്റ് കിട്ടും. ഞാനിത് ഒരു 100-നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെറുതും വലുതൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ പിന്നെ ഒരു ഗോൾഡൻ ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു ബോളും കൂടെ ഉണ്ടാവും, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഷുഗർ ബോൾ ഗോൾഡനും കൂടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഷുഗർ ബോൾ ബട്ടർഫ്ലൈ പിന്നെ ടോപ്പറും ഒക്കെ ഗോൾഡായിരുന്നു. അപ്പോൾ സിൽവറും ഗോൾഡും ഒക്കെ അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഒരു ടോപ്പർ വെച്ച്, പിന്നെ ഈ ഒരു ടോപ്പർ വെച്ച്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ആദ്യം അത് മാറ്റി ഇത് വെച്ച്, പിന്നെയും ഞാൻ ലാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം വെച്ച ടോപ്പർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഷുഗർ ബോൾ, നമ്മൾ ഗോൾഡൻ ഷുഗർ ബോളും നമ്മൾ ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും നമുക്ക് ഷുഗർ ബോൾ ഇങ്ങനെ വന്നാൽ തന്നെ. അപ്പോൾ കണ്ട ആ ഒരു ടോപ്പർ തന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ മോള് നൈല റേസ്. അപ്പോൾ നൈലയ്ക്ക് വേണ്ടി എല്ലാവരും വിഷ് ചെയ്യുക, അവളെ ബർത്ത്ഡേ വിഷസ് നിങ്ങളെല്ലാവരും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബായ്.